യാമി മോളെ ഫസ്റ്റ് ബറാത്താട്ടോ ഇന്ന്. അപ്പോൾ പിന്നെ ബറാത്തിനായുള്ള സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് ഓക്കുള്ള ഫുഡ് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ 2 ടൈംസ് ഒക്കെ ആയിട്ടൊക്കെ ഫുഡ് കൊടുക്കാറുണ്ട്. കുറച്ചിനെ കേട്ടോ, കൂടുതലായിട്ടല്ല. ഞാൻ ഇപ്പോൾ ഒക്കെ കൊടുക്കൽ കുന്നങ്കായ കുറുക്കാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതാ ഓള് ഈ ഒരു ചെയറിൽ ഇരുത്തി കൊടുക്കുമ്പോൾ ഓൾ കുറേ നേരം ഇരുന്ന് അങ്ങ് കുടിക്കും. ഇങ്ങനത്തെ ചെയർ വാങ്ങി എന്താ വെച്ചാൽ ഓളങ്ങനെ മടിയിൽ കിടത്തി കൊടുക്കുന്നവർ ഒരുപാട് പേര് പറഞ്ഞു മക്കളെ കിടത്തി കൊടുക്കാൻ പാടില്ല. അങ്ങനെ പിന്നെ എന്ത് ചെയ്ത് ഒരു ഫുഡെല്ലാം കഴിച്ച് കുടിക്കാൻ ഭയങ്കര മടിയാട്ടോ. ഞാൻ എത്ര തൊള്ളയിൽ കുത്തി കയറ്റി കൊടുത്താലും തുപ്പി കളിക്കും കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടും ഇനി കുറച്ച് നേരം ഒന്ന് ഉറങ്ങും കേട്ടോ. അപ്പോൾ അനിയത്തിയാണ് സ്പെഷ്യലായിട്ടുള്ള ബറാത്ത് സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല, പക്ഷെ നല്ല രസമൊക്കെ കഴിക്കാനുണ്ടോ. പിന്നെ ചെറുതായിട്ട് ചെടിയൊക്കെ ഞങ്ങളിങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ മുന്നിലായിട്ട്. പിന്നെ ഈ പഴം വാട്ടിയെന്ന് ചെറുതായിട്ട് ഞാൻ അവളെ വായിൽ വെച്ച് കൊടുത്താണ് ടേസ്റ്റ് നോക്കാൻ വേണ്ടി. ഒക്കെ അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല, തുപ്പിക്കളയും. പഴമൊന്നും കൊടുത്താൽ അങ്ങനെ കഴിക്കൂല കേട്ടോ. അങ്ങനെ ഓൾക്ക് ഉറക്കം വന്നപ്പോൾ പിന്നെ ഞാൻ ഓളെ തൊട്ടിലേക്കിട്ട് ഉറക്കിട്ടോ. അങ്ങനെ ഓളുറങ്ങി. പിന്നെ ദേ അടുക്കളയിൽ പോയി അനിയത്തിനൊന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചു. വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കലാണ് എൻ്റെ സഹായം. അങ്ങനെ ഇക്കതാ ചെടികളൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ബറാത്തിൻ്റെ സ്പെഷ്യൽ ഐറ്റം കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിങ്ങനെ ഈ ഷുഗർ സിറപ്പിലിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് പാലൊക്കെ കുറുക്കിയതൊക്കെ ഒഴിച്ചിട്ട് കഴിക്കണം. നല്ലൊരു ഫ്ലേവറാണ്. ബ്രെഡിൻ്റെ അകത്ത് ഉള്ളിൽ മറ്റേ പഴത്തിൻ്റെയൊക്കെ ഒരു ഫീലിംഗ് ആണ് വരുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏകദേശം ഇത് കാണാൻ നമ്മളെ ആ റസ്മലായി ഒക്കെ അല്ലേ, അതുപോലത്തെ വേറൊരു വേർഷനാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ബറാത്തിൻ്റെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ എന്നും ഉണ്ടാക്കൽ പാൽവായ്ക്കായിരുന്നു, എന്നങ്ങ് മാറ്റി പിടിച്ചതാണ്. അപ്പോൾ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഖുറാനൊക്കെ ഓതി. അപ്പോൾ അത്രയും ബൈ.